പണ്ട് റിസ്ക് ഉണ്ടായിരുന്നു. പല ബിൽഡേഴ്സും ആദ്യം പ്രീ ലോഞ്ച് പ്രോജക്റ്റ് കാണിച്ച് കാശ് വാങ്ങുന്നു, അതിനുശേഷം അവരുടെ അടുത്ത് ഫണ്ടില്ല, ഈ പ്രോജക്റ്റ് ഹോൾട്ടായി പോകുന്നു. അപ്പൊ അന്ന് നമ്മൾ എടുക്കുന്ന ഒരു റിസ്ക് ആണ്. അപ്പൊ ആ റിസ്കിന് വേണ്ടിയാണ് ചിലപ്പോൾ ആ സമയത്ത് വാല്യൂ കുറച്ചൊക്കെ വരുന്നത്. പക്ഷെ ഇന്ന് കാലം പോയി. ബിൽഡേഴ്സ് പ്രോജക്ട്സ് ലോഞ്ച് ചെയ്യുന്നു, ആൾക്കാർ ആദ്യം ഇൻവെസ്റ്റ്മെന്റ് കൊടുക്കുന്നു, അതിനുശേഷം ഈ പ്രോജക്റ്റ് ഹോൾട്ടായി പോകുന്നു. ഇന്നത്തെ നിയമപ്രകാരം എല്ലാ ബിൽഡേഴ്സും വാങ്ങുന്നവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ളതാണ് റെറ രജിസ്ട്രേഷനും റെറ അതോറിറ്റിയും എല്ലാം നിലകൊള്ളുന്നത്. എറണാകുളത്ത് ഏറ്റവും കൂടുതൽ ഫ്ലാറ്റ്സും വില്ലാസൊക്കെയാണ് ഉള്ളത്. ശരിയാണോ? അപ്പോൾ ഇൻഡിവിജ്വലി നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പ്ലോട്ടൊക്കെ വേണമെങ്കിൽ ഭയങ്കര വിലയാണ്. എന്നാലും സെയിലുകൾ നടക്കുന്നുണ്ട്. ഇതിൽ ബിൽഡേഴ്സിൽ ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബിൽഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ റെറ എടുക്കും. ശരിക്കും റെറ കൊണ്ട് ബിൽഡേഴ്സിനാണോ ഉപകാരം, കസ്റ്റമേഴ്സിനാണോ ഉപകാരം? കസ്റ്റമേഴ്സിനാണ്. ഈ റെറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആ റെറ എന്നുള്ള ഇത് ആക്ട് വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരുപാട് മറ്റേ ഫ്ലാറ്റ് ബിൽഡേഴ്സ് പ്രോജക്ട്സ് ലോഞ്ച് ചെയ്യുന്നു, ആൾക്കാർ ആദ്യം ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുക്കുന്നു, അതിനുശേഷം ഈ പ്രോജക്റ്റ് ഹോൾട്ടായി പോകുന്നു. ഇത് ഇന്ത്യയിലുടനീളം വന്നപ്പോൾ ഇതിനെതിരെ അഥവാ കസ്റ്റമേഴ്സിനെ ബയേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുവാനും സെല്ലേഴ്സ് കുറേ അല്ലെങ്കിൽ ബിൽഡേഴ്സ് കുറേ കൂടി കംപ്ലയൻസ് പാലിക്കാനും വേണ്ടിയാണ് ഈ റെറ ആക്ട് എന്നുള്ള ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നിയമപ്രകാരം എല്ലാ ബിൽഡേഴ്സും റെറ രജിസ്ട്രേഷൻ എടുക്കണം. എല്ലാ ബിൽഡേഴ്സ് എന്ന് പറയുമ്പോൾ ആ പ്രോജക്റ്റിന് ഒരു മാനദണ്ഡം പറയുന്നുണ്ട്. അതായത് മിനിമം 8 അപ്പാർട്ട്മെൻറ്റിന് മുകളിൽ 8 അപ്പാർട്ട്മെൻറ്റോ അതിന് മുകളിലേക്കോ അഥവാ 500 സ്ക്വയർ ഫീറ്റോ ഇതോ വരികയാണെങ്കിൽ അത് മാൻഡേറ്ററി രജിസ്റ്ററബിൾ ആണ് റെറ ആക്ട് പ്രകാരം. അപ്പോൾ റെറ രജിസ്ട്രേഷൻ ഇല്ലാത്ത ഒരു അപ്പാർട്ട്മെൻറ്റിലേക്ക് ആരും നോക്കുക പോലും ചെയ്യരുത്. കാര്യം ഇത് വാങ്ങുന്നവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ളതാണ് റെറ രജിസ്ട്രേഷനും റെറ അതോറിറ്റിയും എല്ലാം നിലകൊള്ളുന്നത്. അപ്പോൾ റെറ രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആണ്. ഇൻ കേസ് നിങ്ങൾ ഒരു വാങ്ങാൻ പോകുന്ന പ്രോജക്റ്റ് റെറ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഡയറക്റ്റായിട്ട് കംപ്ലയിൻറ്റ് ചെയ്യാം. അതിന് റെറ അതോറിറ്റി അതിനുള്ള നടപടികൾ സ്വീകരിച്ചോളും. നമുക്കൊരുപാട് ഇൻവെസ്റ്റേഴ്സ് പ്രീ ലോഞ്ചിൽ, അതായത് ഇപ്പോൾ ഒരു അപ്പാർട്ട്മെൻറ്റോ വില്ലൊക്കെ ആയാലും പ്രീ ലോഞ്ചിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. നമ്മളെപ്പോഴും കസ്റ്റമേഴ്സിനെ വിളിച്ച് പറയും ഇപ്പോൾ റേറ്റ് കുറവായിരിക്കും, കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് റേറ്റ്. അപ്പോൾ പ്രീ ലോഞ്ചിൽ എടുക്കാൻ ആളുകൾക്ക് പേടിയാണ്. ലീഗലി അത് കറക്റ്റാണോ? കാരണം ചില വായു കാണിച്ചിട്ടാണല്ലോ വിൽക്കുന്നത്. ഇതിൻ്റെ ഫ്ലോറിൽ ഇന്ന രീതിയിലൊരു സാധനം വരും എന്ന് പറഞ്ഞിട്ട് അത് ഇത്ര വർഷം കംപ്ലീറ്റ് ആവും. അത് അഡ്വക്കേറ്റ് എന്താ തോന്നുന്നത്? സ്മാർട്ട് ഇൻവെസ്റ്റ്മെന്റ് ആണ് ഞാൻ പറയുന്നത്. സ്മാർട്ട് ഇൻവെസ്റ്റ്മെന്റ് പണ്ട് റിസ്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ പണ്ട് പല ബിൽഡേഴ്സും ആദ്യം പ്രീ ലോഞ്ച് പ്രോജക്റ്റ് കാണിച്ച് കാശ് വാങ്ങുന്നു, അതിനുശേഷം അവരുടെ അടുത്ത് ഫണ്ടില്ല, ഈ പ്രോജക്റ്റ് ഹോൾട്ടായി പോകുന്നു. അപ്പോൾ അന്ന് നമ്മളെടുക്കുന്ന ഒരു റിസ്ക്കാണ്. അപ്പോൾ ആ റിസ്കിന് വേണ്ടിയാണ് ചിലപ്പോൾ ആ സമയത്ത് വാല്യൂ കുറച്ചൊക്കെ വരുന്നത്. പക്ഷേ ഇന്ന് കാലം പോയി. ഇപ്പോൾ റെറ പോലുള്ള ആക്ട് വന്നു, റെറ അതോറിറ്റീസ് വന്നു. പ്രോജക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ തന്നെ ബിൽഡർ ഒരു തുക അവിടെ കെട്ടിവെക്കണം ഇത് വെച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ അവസ്ഥയിൽ പ്രീ ലോഞ്ച് പ്രോജക്റ്റ് വാങ്ങുക എന്നുള്ളത് സ്മാർട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്. കാര്യം റിസ്ക് കുറവാണ്. നേരത്തെ പറഞ്ഞ മാതിരി റെറ രജിസ്ട്രേഷൻ ഉണ്ടോ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ റിസ്ക് വളരെ കുറവാണ്. വളരെ സ്മാർട്ടായിട്ട് ലീഗലി പ്രത്യേകിച്ച് ഒരു പ്രശ്നവും വരാനായിട്ടുള്ള സാധ്യതയില്ല. കാര്യം പ്രോപ്പർട്ടിയുടെ ടൈറ്റിലും ഇതെല്ലാം നോക്കിയിട്ടായിരിക്കും നോർമൽ കേസിൽ നിശ്ചയിക്കുന്നതും കാര്യങ്ങളും. അപ്പോൾ പ്രീ ലോഞ്ചിന് പേഴ്സണലി എൻ്റെ അടുത്ത് ആര് വന്ന് ഒപ്പീനിയൻ ചോദിച്ചാലും ഞാൻ ധൈര്യമായിട്ട് ഒരു റെറ അപ്രൂവ്ഡ് ആയിട്ടുള്ള പ്രോജക്റ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും പ്രീ ലോഞ്ച് ചെയ്തേ പോകും. അതൊരു സ്മാർട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണ് ഞാൻ കരുതുന്നത്, അല്ലെങ്കിൽ ഞാൻ അഡ്വൈസ് ആയിട്ട് കൊടുക്കുന്നത്.